ഈ വിശുദ്ധ ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവപാദത്തിലേക്ക് ആയിരിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ദിവസവും ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസവുമായി ഇന്ന് പകലിൽ നമുക്കൊരു പ്രാവശ്യം ദൈവത്തിൻ്റെ പാദത്തിലേക്ക് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആ ദൈവം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് 7 ദിവസം കൊണ്ട് ദൈവസഭയിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആമേൻ വിടുതൽ പ്രാപിച്ച എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വരുവാൻ കഴിയാതെ വണ്ണം അനവധി പേരും രോഗികളായി ഭാരപ്പെട്ടുവെങ്കിലും ദൈവം ഇത്രത്തോളം ഈ വിശുദ്ധ ദിവസത്തിൽ എല്ലാവരും ദൈവം കൂട്ടിവരുത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെതായ 11-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെതായ 11-ാം വാക്യം. കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളു. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആത്മീയ പോരാട്ടത്തിലെ ആയുധങ്ങൾ. 1. സർവായുധവർഗം നാം ധരിക്കണം. ഇവിടെ വായിച്ചു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പിശാചിൽ നിന്ന് ഒരു ദൈവ പൈതലിന്റെ പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ഒരു രീതിയിലായിരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പല രീതിയിലും പിശാച് ദൈവ പൈതങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടം വിടർത്തിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സാഹചര്യത്തിൽ ദൈവ പൈതൽ ചിന്തിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് പോരാട്ടം മാറാത്തത്, എന്തുകൊണ്ടാണ് പ്രതികൂലം മാറാത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ഇവിടുത്തെ വചനത്തിൽ വായിച്ചത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ പിശാചിന്റെ പോരാട്ടത്തിൽ നിന്ന് നമുക്ക് ഒരു ആമേൻ വിടുതൽ നേടുവാൻ നാം ആമേൻ സ്തോത്രം ദൈവത്തിൽ നിന്ന് സർവായുധവർഗം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സർവ ആയുധം എന്ന് പറയുമ്പോൾ ആമേൻ ഒരു ആയുധമല്ല. ആമേൻ സ്തോത്രം പിശാചിനോട് പോരാടുവാനുള്ള ദൈവിക ആമേൻ കൃപാവരങ്ങൾ, ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയാതവണ സാത്താൻ ഉയരപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ സർവ ആയുധവർഗം നാം ധരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സർവായുധവർഗം ഇല്ലാതെ നാം പിശാചിനോട് പോരാടിയാൽ, അതിനോട് എതിർത്താൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ ആമേൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സർവായുധം നാം ധരിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇത് വെച്ച് എനിക്കൊരു പാട്ട് എഴുതുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. സർവായുധവർഗം നാം ധരിച്ചു കൊള്ളണം, സർവത്തിനും ജയം നൽകുന്നു നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാകുന്ന നാം ഓരോരുത്തരും ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ദിവസം ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ആമേൻ. ഇവിടെ വന്ന വ്യക്തികൾക്ക് അറിയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം പൂർണ്ണമായി മറുപടി തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ തന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നമ്മെ തകർത്ത് കളയുവാൻ ഇഹലോക ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ എതിരെ എഴുന്നേൽക്കുമ്പോൾ ആമേൻ സ്തോത്രം സ്തോത്രം അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇഹലോക ശക്തികൾ ദൈവത്തിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ വചനത്തിൽ വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ നെടുവീർപ്പ് കണ്ട് ദൂരത്ത് മാറി നിൽക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അതിനൊത്തവണ്ണം വിടുതൽ തരുന്ന ദൈവമാണ്. ആ സ്ഥാനത്ത് ദൈവ പൈതലിനെ തകർത്തു കളയാത്ത ദൈവമാണ്.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ വായിച്ചു. ആമേൻ. സ്തോത്രം, സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് ആമേൻ. സ്തോത്രം. ആത്മീയ പോരാട്ടത്തിലെ ആയുധം സത്യം എന്ന അരക്കെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെതായ 14-ാം വാക്യം. 6-ാം അധ്യായം അതിൻ്റെതായ 14-ാം വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ഹല്ലേലൂയ. നമ്മുടെ അരയ്ക്ക് സത്യം കെട്ടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സത്യത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന അസത്യവാദിയെ തകർത്തു കളയുവാൻ സത്യത്താൽ നാം ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആമേൻ ഒരു ദൈവവൈദ്യനെ തകർത്തു കളയുവാൻ സാത്താൻ ആമേൻ. സ്തോത്രം. അപവാദം എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ നാം സത്യത്തിനു വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സത്യം എന്ന അരക്കെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ദിവസത്തിൽ ആമേൻ. സ്തോത്രം. സത്യത്തിനു വേണ്ടി നാം കാൽ ചുവട് വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കണം. ദയവായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആത്മീയ പോരാട്ടത്തിലെ ആയുധങ്ങൾ 2. സത്യം എന്ന അരക്കെട്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ അരയ്ക്ക് ബലം വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ചരട് കൊണ്ട് കെട്ടിയാൽ പോരാ. ആമേൻ. സ്തോത്രം. സത്യം എന്ന അരക്കെട്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യത്തിൽ വാഴുന്ന ഒരു ദൈവ പൈതൽ. ആമേൻ. സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ചില സാഹചര്യത്തിന്റെ നടുവിൽ ഉയരുവാൻ കഴിയാതിരുന്നാൽ ആമേൻ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ആമേൻ. എവിടെയാണ് ആമേൻ. സ്തോത്രം. അനീതിയിൽ നമ്മെ അടച്ചാൽ, എവിടെ അനീതി കൊണ്ട് നമ്മെ തകർത്താൽ, എവിടെ അനീതി കൊണ്ട് സത്യം വെളിപ്പെടുവാൻ കഴിയാതിരുന്നാൽ സത്യം പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നാം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ. സ്തോത്രം. ഈ സഭയോട് ആമേൻ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുവാനുള്ളത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ നമ്മുടെ അരയ്ക്ക് സത്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. വായിച്ചു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിലെ ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. വ്യക്തികൾ പറയും, ഈ ലോകത്തിലെ ആമേൻ ശക്തികൾ പറയും, ആമേൻ അല്പം ഒന്ന് കള്ളം പറഞ്ഞിരുന്നും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സത്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. 10 പേരുടെ മുൻപാകെ ആമേൻ. സ്തോത്രം. സത്യം സത്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ നാം ഒറ്റപ്പെടേണ്ടി വരും. എങ്കിലും പ്രൈസ് ദി ലോർഡ് സത്യം നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ നീതി നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏത് സാഹചര്യത്തിന്റെ നടുവിലോ അനീതി കൊണ്ട് സത്യത്തെ തടുത്തു വെക്കുവാൻ നോക്കിയാലോ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, സത്യം നമ്മെ വിടുതലാക്കും. പ്രൈസ് ദി ലോർഡ്. സത്യത്തിന് വേണ്ടി നാം നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത് കാണപ്പെടുന്നു ആമേൻ ആത്മീയ പോരാട്ടത്തിലെ ആയുധങ്ങളിൽ 3 നീതി എന്ന കവചം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം അതിൻ്റെതായ 15-ാം വാക്യം. എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെതായ 15-ാം വാക്യം. നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതി ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു 2 കൂട്ടത്തെ വേർതിരിക്കുമ്പോൾ ആമേൻ നീതി അനീതി എന്ന് നാം വേർതിരിച്ചു കഴിഞ്ഞാൽ അനീതിയുടെ കൂട്ടത്തിലാണ്
ആൾക്കാർ കൂടുതലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീതിക്ക് വേണ്ടി നിൽക്കുവാൻ ആമേൻ വ്യക്തികൾ കുറവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എണ്ണത്തിൽ ചുരുക്കമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീതി എന്ന കവചം നമ്മുടെ ജീവിതത്തിൽ അത് ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീതിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിയിൽ ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണും. പ്രൈസ് ദി ലോർഡ്. ഇഹലോകത്തിൽ ആമേൻ അനീതി കൊണ്ട് ആമേൻ ഇഹലോക ജീവിതത്തെ നമുക്ക് പ്രോത്സാഹനം നേടാൻ പറ്റും. പക്ഷേ ആമേൻ നീതിയിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇഹലോകത്തിൽ നാം നീതി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീതി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നീതി എന്ന രണ്ട് അക്ഷരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനീതി 3 അക്ഷരം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നടുവിൽ ആമേൻ സാക്ഷാൽ ദൈവം ഇറങ്ങി വരുന്ന 2 അക്ഷരത്തിൻ്റെ മുൻപിൽ ഈ വിശുദ്ധ ദിവസത്തിൽ ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുവാനുള്ളത്, നീതിയിൽ നാം ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രവർത്തനത്തിൽ നീതി ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിത രീതിയിൽ നീതി ഉണ്ടായിരിക്കണം. ആമേൻ. നമ്മുടെ ഏത് വിഷയത്തിലാകട്ടെ നീതിയിൽ നാം പിന്തുടരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അനീതിയുടെ ഇഹലോക സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. നീതിയോടെ നീ ആമേൻ ജീവിക്കുന്നു എങ്കിൽ, നീതിയോടെ ആമേൻ ആമേൻ സ്തോത്രം നിന്റെ ജീവിത രീതി ആമേൻ നീതിയായിരുന്നാൽ നീതിയിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനകാരൻ പറയുന്നു, നീതിയിൽ ഞാൻ അവന്റെ മുഖത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി ആമേൻ സാത്താൻ പറയും, ആമേൻ സ്തോത്രം നീ ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല, അല്പസ്വല്പം നിന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം അണുതല്ല് വ്യത്യാസത്തിലൊന്നും കുഴപ്പമില്ല. ആമേൻ ചില കാര്യാദികളൊക്കെ ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ പോയി കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഒരു കുഴപ്പമില്ല എന്ന് ഈ ലോക ശക്തികൾ പറയുമ്പോൾ അതിന്റെ നടുവിൽ ചാഞ്ഞും ചരിഞ്ഞും പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. പത്യ ഉപദേശത്തിൽ ജീവിക്കണം. വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധിയിൽ കാക്കപ്പെടണം. ആമേൻ സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ വിശുദ്ധിയിൽ നീ കാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നിന്നെ ആമേൻ തൊടാതവണ്ണം ആമേൻ സ്തോത്രം നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ നീതിയാണ് നമുക്ക് അത്യാവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് ആമേൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അടുത്ത് വായിക്കുന്നു, വിശ്വാസം എന്ന പരിചയം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിലേതായ 16-ാം വാക്യം. 6-ാം അധ്യായം അതിലേതായ 16-ാം വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാറ്റിനും മീതെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കാര്യത്തിലല്ല, ആമേൻ 2 കാര്യത്തിലല്ല, എല്ലാറ്റിനും മീതെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യുദ്ധകളത്തിലേക്ക് പോകുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ ഇറങ്ങി പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 1 നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു, സർവായുധവർഗം ധരിക്കണം. 2 സത്യം എന്ന അരക്കെട്ട്. 3 നീതി എന്ന കവചം. 4 വിശ്വാസം എന്ന പരിചയം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏത് യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയാലും വിശ്വാസമില്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാറ്റിനും മീതെ ആമേൻ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശ്വാസം എന്ന പരിച ശത്രു സൈന്യത്തിൽ നിന്ന് ആമേൻ ശത്രുവിന്റെ തീയമ്പിനെ തടുത്തു കളയുന്ന പരിച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിച നാം എടുത്തുകൊണ്ട് തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ ശത്രുവിന്റെ ആമേൻ തീയമ്പ് വന്ന് നമ്മെ തകർത്തു കളയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ദൈവജനത്തോട് ആമേൻ സ്തോത്രം ആമേൻ ഈ വിശുദ്ധ ദിവസത്തിൽ പറയുന്നത് ആമേൻ വിശ്വാസം എന്ന പരിച നാം എടുത്തുകൊണ്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമില്ലെങ്കിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കൈവിടാത്ത ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. യുദ്ധക്കളത്തിൽ ഞാൻ ജയം നേടും എന്നുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ പോർക്കളത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ പോർക്കളത്തിൽ നശിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ജയോത്സവമായി ദൈവം എന്നെ നടത്തും എന്നുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിൽ ആമേൻ ദൈവിക കാര്യങ്ങൾക്ക് നാം മുൻപന്തിയിൽ വരുമ്പോൾ ആമേൻ ശത്രു സൈന്യം പുറകിലോട്ട് വലിച്ചിട്ട് പറയോ, നീ യാത്ര ചെയ്യരുതോ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കരുതോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ഇല്ലാതാക്കി കളയുവാൻ ഈ ലോക ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളികളെ ഉടച്ചു മാറ്റിയിട്ടോ നീ ദൈവത്തിന് വേണ്ടി വിശ്വാസത്താൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നിന്റെ വിശ്വാസ യാത്ര. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തിന് ഭംഗം വരരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തിന് ഭംഗം വരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസ യാത്രയെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ ആമേൻ സ്തോത്രം സാത്താൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ വിശ്വാസത്തിന്റെ അളവ് ഒന്ന് തൂക്കി നോക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. പിശാച് നിന്നെ പാറ്റിക്കളയുവാൻ വരുമ്പോൾ ആമേൻ നീ വിശ്വാസത്തിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു ഉയരുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തെ ബലഹീനപ്പെടുത്തുമ്പോൾ വിശ്വാസത്താൽ പറയണം, എന്നെ ദൈവം സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ദൈവം രക്ഷിക്കും, എന്നെ ദൈവം വിടുവിക്കും, എന്നെ ദൈവം സൗഖ്യമാക്കും. ആമേൻ സ്തോത്രം. ശത്രുവിന്റെ കരത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിക്കും എന്നുള്ള ധൈര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി ഉണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനകൾ വെക്കുന്നത് ആമേൻ നമ്മുടെ ഒന്ന് ആമേൻ സർവായുധം ധരിക്കേണ്ടതിന്, അടുത്ത് സത്യം എന്ന അരക്കെട്ട് നാം ധരിക്കേണ്ടതിന്, ആമേൻ നീതിയുടെ കവചം ധരിക്കേണ്ടതിന്, വിശ്വാസം എന്ന പരിചയം എടുക്കേണ്ടതിന്, ആമേൻ ഇങ്ങനെ ആമേൻ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെയാണ് വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്നത്, എവിടെയൊക്കെ ആമേൻ വിശ്വാസത്തെ കെടുത്ത് ആമേൻ ശത്രുവായവർ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് നിന്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ വെക്കുവാൻ കഴിയാതെ വണ്ണം ശത്രു നിന്നെ ആമേൻ തള്ളിയിടുവാൻ ഭാവിക്കുന്നത്, അവിടെയൊക്കെ നിന്നെ ആമേൻ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തേണ്ടതിന് ദൈവത്തോട് ദൈവകൃപ പ്രാപിക്കുവാനാണ് ഈ ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുനിമിഷവും വിശ്വാസത്തോടെ നാം ദൈവത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നു ആമേൻ സമാധാന സുവിശേഷം കാലിന് ചെരുപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെതായ 15-ാം വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമാധാന സുവിശേഷം അത് കാലിന് ചെരുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മുടെ കാലിന് ചെരുപ്പണിയുന്നത് എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്, ആമേൻ. മുള്ളുകൾ, കല്ലുകൾ, ആമേൻ, ഇങ്ങനെയുള്ള അനവധി സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ കാലിന് ഒരു സംരക്ഷണയ്ക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒന്നും നമ്മുടെ കാലിന് ഛേദം വരുത്താതിരിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നീ സുവിശേഷത്തിന് വേണ്ടി ഓടുമ്പോൾ, ആമേൻ, നിന്റെ കാലിനെ ഇല്ലാതാക്കി കളയുക. ഇനി നീ മുൻപോട്ട് പോകരുത്. ഇനി നീ ആരോടും സുവിശേഷം പറയരുത്. ഇനി നീ ഒതുങ്ങിയിരിക്കണം. ഇനി പുറം ലോകം കാണരുത്. നിന്റെ കാലിന്, ആമേൻ, സ്തോത്രം, ബലം ചെയ്യിപ്പിച്ച്, ആമേൻ, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്നെ ഒതുക്കിയിരുത്തുവാൻ, ആമേൻ, സ്തോത്രം, നിശ്ചയിക്കുന്ന ചില ഗൂഢമായ തന്ത്രം നാം തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ സമാധാന സുവിശേഷത്തിനായി നാം ഒരുങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മെ വിളിച്ചത് സുവിശേഷം അറിയിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ജാതികളിൽ നിന്ന്, ആമേൻ, ചിലതിനെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് ജീവിതത്തിൽ നിവർത്തീകരണം കാണുവാൻ കഴിയാതെ വണ്ണം അകത്തളത്തിൽ സാത്താൻ പറയാ, ഇനി നിന്റെ കാലുകൊണ്ട് നീ നടന്നു സുവിശേഷം പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനം ഇന്ന് പകലിൽ വിശുദ്ധ ദിവസത്തിൽ, ആമേൻ, സ്തോത്രം, ഈ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ബലഹീനത കൊണ്ട് എന്നെ തകർത്തു കളയുവാൻ സാത്താൻ ഉയരുമ്പോൾ അതിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ ആയുധത്തെ തകർത്തുകൊണ്ട്, ആമേൻ, ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ആമേൻ, അങ്ങയുടെ, ആമേൻ, നാമത്തിനു വേണ്ടി ഓടുവാനുള്ള ബലം എൻ്റെ ജീവിതത്തിൽ ദൈവം പകരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവജനം നടന്നു സുവിശേഷം പറയുന്നത്, ദൈവജനം നടന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, ആമേൻ, ദൈവത്തിന് വേണ്ടി ഓടുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവജനത്തിന് എതിരെ സാത്താൻ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ചിന്തിക്കും. ഒന്ന് ബലഹീനപ്പെടുത്തി കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഒതുങ്ങിയ ഭവനത്തിലിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വായിക്കുന്നു, ആമേൻ, സ്തോത്രം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നിന്റെ ജീവിതം ദൈവകരത്തിന് സമർപ്പിച്ചാൽ, ആമേൻ, സാത്താന്റെ ഇഷ്ടത്തിന് നിന്നെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എവിടെയെങ്കിലും സാത്താന്റെ ദൈവമക്കൾ, ആമേൻ, നേരെ ജീവിക്കുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുമോ? പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവജനം ഒന്ന് വളരെ പുറകിലോട്ട് ഇറങ്ങി ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എങ്ങനെയെങ്കിലും, ആമേൻ, ഒടിച്ചിടണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാധിക്കുന്നത് കാണാം, പിന്നെ പ്രാർത്ഥിക്കുന്നത് കാണാം എന്ന്, ആമേൻ, ദൈവമക്കളുടെ പരാജയം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മണ്ഡലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ദൈവജനം തിരിച്ചറിയണം. ആമേൻ. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോടൊരു തീരുമാനമെടുക്കണം. കർത്താവിനെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും, ആമേൻ, ഞാൻ ദൈവത്തിന്റെ, ആമേൻ, സ്തോത്രം, മഹിമയെ പ്രസ്താവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ, ആമേൻ, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര തന്നെ ശത്രു, ആമേൻ, തള്ളിയിടുവാൻ നോക്കിയാലും, ആമേൻ, സ്തോത്രം, വചനത്തിൽ വായിക്കുന്നു, വീഴുവാൻ തക്കവണ്ണം ശത്രു എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ താങ്ങി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ, ആമേൻ, നമ്മുടെ ജീവിതത്തെ തള്ളിയിട്ട അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തെ ഒതുക്കിയ അനുഭവങ്ങൾ, മുൻപോട്ട് ഗമിപ്പാൻ കഴിയാതെ വണ്ണം അസ്തമിപ്പിച്ച അനുഭവങ്ങൾ, അതിൻ്റെ, ആമേൻ, സ്തോത്രം, മധ്യത്തിലോ ഇന്നയോളം ദൈവം നമ്മെ താങ്ങി, ആമേൻ, നടത്തിയ വിധം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നു, രക്ഷ എന്ന ശിരസ്ത്രം. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം അതിൻ്റെതായ 17-ാം വാക്യം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്.
രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആമേൻ, രക്ഷ എന്ന ശിരസ്ത്രം. ആമേൻ. അടുത്തു വായിക്കുന്നു, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വാള് നമ്മുടെ കരുത്തിലുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്തിനു പേടിക്കണം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആത്മാവിന്റെ വാള് നമ്മുടെ കരുത്തിൽ ദൈവം തന്നിട്ടുണ്ട് എന്ന ബോധ്യമുള്ളവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൻപിൽ രണ്ടുപേര് മാത്രമേ കൈവർത്തിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ശത്രുവിന്റെ ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വാള് ആമേൻ ദൈവം നമ്മുടെ കരുത്തിൽ തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം തന്നതിനെ ആമേൻ, ഹല്ലേലൂയ, ഒന്ന് കിട്ടിയവൻ ഒന്ന് കൊണ്ട് മണ്ണിൽ കുഴിയെടുത്ത് പുതച്ചതുപോലെ ആമേൻ പുതച്ചിട്ടിരിക്കുന്ന ഈ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് ആരും കൈപൊക്കത്തത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എവിടെയൊക്കെയാണ് പുതച്ചു വെച്ചെന്ന്, എവിടെ മൂടി വെച്ചെന്ന്, എവിടെ താഴ്ത്തി വെച്ചെന്ന്, എവിടെ മറ ചെയ്തു എന്ന് ഒന്ന് പുറകിലോട്ട് ഇറങ്ങി ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ദൈവം തന്ന താലന്തിനെ നഷ്ടപ്പെടുത്തി ആമേൻ അത് എനിക്ക് വേണ്ട, ആമേൻ സ്തോത്രം, എനിക്കത് പ്രയോജനമില്ല എന്ന് പറഞ്ഞത് മൂടി വെച്ചിട്ടിരിക്കുന്നു എങ്കിൽ നീ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി ചിന്തിക്കണം. കർത്താവേ, ഞാൻ ഇന്ന സാഹചര്യത്തിൽ ദൈവം എനിക്ക് തന്ന താലന്തിനെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. ചിലരൊക്കെ പറയും എനിക്ക് ദൈവം ഒന്നും തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒരു താലന്തും തന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് ഹൃദയത്തിൽ കുറ്റബോധമുണ്ട്, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഹല്ലേലൂയ, ആമേൻ. ദൈവം തരുന്ന താലന്ത് അത് മനുഷ്യന് പിളകേണ്ടതിനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന താലന്ത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യർ നിന്നെ കുറ്റപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ നിന്നെ ഒറ്റപ്പെടുത്തും. മനുഷ്യർ പറയും അത് ആമേൻ ഒട്ടും നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാനുഷ്യമായ പ്രോത്സാഹനം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഈ ലോകത്തെ ആമേൻ നോക്കും. അതുകൊണ്ട് ആമേൻ ദൈവം തന്ന താലന്ത് ഉപയോഗിക്കുമ്പോൾ ഈ ആമേൻ ഈ ലോക മനുഷ്യർ നിന്നെ ഒറ്റപ്പെടുത്തുന്നു എങ്കിൽ ചിന്തിക്കണം, ആമേൻ സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം വലുതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം ദൈവം നിനക്ക് തന്നതിനെ നീ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയെങ്കിൽ കണ്ണുനീരോട്, വിലാപത്തോട്, കരച്ചിലോട് ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി അത് പ്രാപിക്കുന്നത് വരെ നീ കരയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരഞ്ഞ് കരഞ്ഞ് നീ അത് തിരികെ വാങ്ങണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. നീ പറയുന്നത് അംഗീകരിക്കാൻ ആരും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല, ആരും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് നിനക്ക് വിഷയമല്ല. ഹല്ലേലൂയ, ആമേൻ. നീ പറയുന്നത് കേൾക്കാൻ ആരും കാണത്തില്ല, എങ്കിലും നീയും ദൈവമായുള്ള ഒരു ബന്ധമുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന് നീ തിരികെ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, രക്ഷ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത്യാവശ്യം. ആമേൻ സ്തോത്രം. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തോ തിന്മ ചെയ്തോ? തിന്മ ചെയ്തെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വാടകേറിയ സന്ദർഭങ്ങളിൽ ആമേൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ക്ഷേമത്തോടെ പരിപാലിച്ചില്ലേ? ക്ഷേമത്തോടെ ദൈവം നടത്തിയില്ലേ? ആമേൻ. എല്ലാ സാഹചര്യങ്ങൾക്കും ആമേൻ നമ്മോട് ദൈവം കൂടെ ഇരുന്നു കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ ദൈവം കാത്തു. ആമേൻ. ക്ഷേമത്തോടെ ദൈവം ഇന്ന് വിശുദ്ധ ദിവസത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ ദൈവം അവസരം തന്നില്ലേ? പ്രൈസ് ദി ലോർഡ്,
ആമേൻ. ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചു, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനാ ഞാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില കാര്യങ്ങൾ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു. വചനം എന്ന ആത്മാവിന്റെ വാൾ വായിച്ചു. ആമേൻ. അടുത്ത് ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം അതിൻ്റെതായ 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് നാം വായിച്ചു, സർവായുധ വർഗം ധരിക്കണം, സത്യം എന്ന അരക്കെട്ട്, നീതി എന്ന കവചം, വിശ്വാസം എന്ന പരിച, സമാധാന സുവിശേഷം ചെരുപ്പ്, ആമേൻ, രക്ഷ എന്ന ശിരസ്ത്രം, വചനം എന്ന ആത്മാവിന്റെ വാൽ. അടുത്ത് വായിച്ചു, ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. പൗലോസ് അങ്ങനെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചു ആത്മാവിലുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഒരു ദൈവവൈദ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഈ പറയപ്പെട്ട ശത്രുവിന്റെ തീയമ്പിനെ തകർക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു നേരമല്ല, ഇവിടെ വായിച്ചു ഏത് നേരത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ആത്മാവിൽ ചിന്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ചിന്തിക്കുമ്പോൾ ആത്മചൈതന്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ആത്മാവിൽ ചൈതന്യം ഉണ്ടാകുമ്പോൾ ആത്മീയ കൃപാവരങ്ങൾ നിറയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ആത്മാവിന്റെ കൃപാവരങ്ങൾ നാം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സാത്താനോട് നാം പടവെട്ടണമെങ്കിൽ ദൈവകൃപ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ ദൈവകൃപയോട് നാം മുൻപോട്ട് യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എത്ര പേർ വരും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നാം ഇരുന്ന് ആമേൻ, കർത്താവേ എൻ്റെ രോഗത്തിന് സൗഖ്യം തരണമേ, ആമേൻ എനിക്ക് കടബാധ്യതയുള്ള മാറ്റി തരണമേ, എനിക്ക് ഭവനമില്ല ഭവനം തരണമേ, ആമേൻ വീടില്ല വീട് തരണമേ, ആമേൻ സ്തോത്രം നഷ്ടത്തെ മാറ്റി ലാഭമാക്കണമേ എന്ന് ദൈവസ്ഥൻ പ്രാർത്ഥിക്കണം. വേണ്ട എന്ന് വേണ്ട അല്ല, ആമേൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആമേൻ. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ മോനിഷിയോട് പറഞ്ഞു, അന്നന്ന് കിട്ടുന്ന തിന്മ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവജനം ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം വചനത്തിൽ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലതകളും അവന്റെ മേലിട്ട് കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യാധികം നമ്മുടെ മൈൻഡിൽ വെച്ചിരിക്കരുത്, അതിനെ ഇറക്കി വെക്കണം. ആമേൻ. ആദ്യം അതിനെ ദൈവസന്നിധിയിലാണ് ഇറക്കി വെക്കണം. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്, ഇത്യാദി കാര്യങ്ങൾ ദൈവം തന്നെ നോക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ആഴ്ച ആമേൻ സ്തോത്രം ഞാനും ആമേൻ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ ചില വിഷയത്തിന് നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ആമേൻ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച ദൈവത്തോട് ആമേൻ സ്തോത്രം ആമേൻ മുട്ടിപ്പായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം ആരാധന കഴിഞ്ഞപ്പോൾ അതിന്റെ മറുപടി ദൈവം. പ്രൈസ് ദി ലോർഡ്. ആരുടെ മുൻപാകെയും ആമേൻ തല കുനിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ കരയുന്നുണ്ട്, ഞങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം, ഇതുവരെ കരഞ്ഞിട്ട് ദൈവം അതിൻ്റെതായ ഒരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ദൈവം നിന്നെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുനീരോടെ നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വിത്ത് വിതച്ചിട്ട് ആമേൻ അടുത്ത ദിവസം ചെന്ന് എത്ര വളർന്നു, ആമേൻ അത് ഫലം തരാറായോ എന്ന് നാം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ആമേൻ അതിന് ദിവസമുണ്ട് കിളർക്കാൻ. ആ സമയത്ത് കിളർത്തോളും. ആമേൻ. അത് കിളർത്ത് കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം അത് വേരൂന്നി അത് ആമേൻ സ്തോത്രം വളർന്ന് അത് പന്തലിച്ച് ഫലം തരുന്നൊരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ ഫലം അനുഭവിക്കുന്നവരെയും നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആമേൻ സ്തോത്രം എനിക്ക് മറുപടി കിട്ടിയില്ല, ആമേൻ എനിക്ക് നന്മ കിട്ടിയില്ല, പ്രതിഫലം കിട്ടിയില്ല എന്ന് ആരും മുറുമുറുക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൈവം വെച്ച സമയമാകുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ കരത്തിൽ അത് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ചിലയിടത്തൊക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആമേൻ വചനത്തിൽ കൂടെ പറയും, നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ വിളിക്കും, ആമേൻ സ്തോത്രം. അടുത്ത പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വചനം കേട്ട് വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുക. ഇന്ന് ഞങ്ങൾ വായ്പ വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതുവരെയോ നീ വിശ്വസ്തയോട്, വിശുദ്ധിയോട്, ദൈവഭയത്തോട്, ദൈവഭക്തിയോട്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞ് ദൈവമേ അങ്ങ് തന്ന വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് അതുവരെ നീ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നിശ്ചയം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഉണ്ട് നിശ്ചയം. ആമേൻ സ്തോത്രം. പ്രതിഫലം തരാതെ നിന്നെ തകർത്തു കളയുന്ന ദൈവമല്ല, നിന്നെ പ്രതിഫലം തന്ന് മഹത്വത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്കൊരു പ്രതിഫലം ഉണ്ട്, നിനക്കൊരു പ്രതിഫലം ഉണ്ട് നിശ്ചയം ഈ വിശുദ്ധ ദിവസത്തിൽ. ആമേൻ. പക്ഷെ ഒരു കാര്യം, നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നിന്റെ ജീവിതം കത്തിയെരിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ആമേൻ തീ ആമേൻ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം അതിൽ ഒരു ആമേൻ സ്തോത്രം ആമേൻ എന്തെങ്കിലും വന്ന് ഒരു പ്രാണി വന്ന് വീണാൽ അത് കരിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നീ ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ തൊടുത്തി വിടുന്ന ചില തീയം കൊണ്ട് അതിനെ ദൈവം കരിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വഴി അടച്ചിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ വെച്ച് ചില വഴി നിനക്ക് ദൈവം ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവജന കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആമേൻ. നിനക്ക് വേണ്ടി സഹായിക്കാൻ ആമേൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം സഹായിക്കാൻ കഴിയാത്ത ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ ആത്മാവിനെ പ്രാർത്ഥിച്ചു നോക്ക്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിനക്ക് തന്നെ അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ സ്തോത്രം ഒന്ന് മേലിനെന്ന് സാത്താൻ മാറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ ജോലിയിലേക്ക് നീ കാൽ വെച്ചിട്ടുണ്ടോ, നീ ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ച് ഏതെല്ലാം രീതിയിലായിരുന്നോ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ ഓടി വരും. ഹല്ലേലൂയ. അത് നാം വിളിക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ
ബഹുമാനത്തോടെ മുട്ടുമടക്കുന്ന ദൈവവേദനയെ നിന്നെ തകർത്തു കൊള്ളുകയാൻ സാത്താനൊരുക്കുന്ന തന്ത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിഞ്ഞ് ആമൻ അതിനെ നീ ബ്ലോക്ക് ചെയ്തിട്ട് ആമൻ ദൈവവും നീയുമായി ഏകാഗ്രതയോടെ ആമൻ ഏകബന്ധത്തോടെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടി എത്രയും വേഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നു വെളിച്ചത്തിന്റെ ആയുധവർഗ്ഗം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ആയുധവർഗ്ഗം നാം എടുക്കണം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെതായ 12-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെതായ 12-ാം വാക്യം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗ്ഗം ധരിച്ചു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ രാത്രി കഴിയാറായി. പ്രൈസ് ദി ലോർഡ്. രാത്രി കൂരിരുട്ടിന്റെ അനുഭവം, കഷ്ടതയുടെ അനുഭവം, ഒറ്റപ്പെടലിന്റെ അനുഭവം, ആരും സഹായിക്കാൻ പറ്റാത്ത അനുഭവം. പ്രൈസ് ദി ലോർഡ്. നിസ്സഹായമായ രാത്രി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു രാത്രി കഴിയാറായി. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. കഴിയാറായി, പകൽ അടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ വിടുതൽ സമയമായിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തോട് നാം സംബോധന ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പകലോട് നാം അടുത്തിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗ്ഗം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇരുട്ടിന്റെ ആയുധവർഗ്ഗം എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ ആയുധവർഗ്ഗം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ ആയുധവർഗ്ഗത്തെ നാം നമ്മളിൽ നിന്ന് അസ്തമിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ നിന്ന് അവസാനിപ്പിക്കണം, നമ്മളിൽ നിന്ന് തകർക്കണം. ആമേൻ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ നമ്മളിൽ നിന്ന് ദൂരത്തറിയണം. ആമേൻ. ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഫലമില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. നിഷ്ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിന്റെ പ്രവൃത്തി ആമേൻ ഫലമില്ലാത്തത്. എന്തെങ്കിലും ഫലമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഫലമില്ലാത്തതിനെ നാം ദൂരത്തിൽ എറിയണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അടുത്ത് ആമേൻ ഫലമുള്ളത്, ആമേൻ, ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. പ്രൈസ് ദി ലോർഡ്. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസത്തിൽ ആമേൻ വെളിച്ചത്തിന്റെ ആയുധവർഗ്ഗം നാം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അടുത്ത് വായിക്കുന്നു ആമേൻ സമ്പൂർണമായ സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെതായ 7-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെതായ 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ വായിക്കുന്നു സമ്പൂർണമായ സമർപ്പണം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തിന് കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയെ നോക്കിയിട്ടല്ല പറയുന്നത് വചനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരും എന്നെ പറഞ്ഞു എന്ന് ആരും പറയരുത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ വിശുദ്ധ ദിവസത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിന് കീഴടങ്ങണം. ആമേൻ, ഹല്ലേലൂയ. അടങ്ങാൻ
ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് കീഴടങ്ങി കൊടുത്താൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അപ്പ ചോദിക്കും, ദൈവം ഇത്ര ക്രൂരമായ ദൈവമാണോ? പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ ദിവസത്തിൽ ഇവിടെ വായിച്ചു, ആകിയാൽ ദൈവത്തിന് കീഴടങ്ങുക. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നാം കീഴടങ്ങണം. എങ്ങനെ? ആമേൻ. ദൈവ കൽപ്പനയുടെ മുൻപിൽ, ദൈവിക പ്രവൃത്തിയുടെ മുൻപിൽ നാം കീഴടങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലരൊക്കെ പറയും, ഞാൻ ചെയ്യുന്ന തെറ്റ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്യുന്ന തെറ്റ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് ചിലര് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവരോട് ദൈവം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തു പറയുന്നു, ദൈവത്തിന്റെ മുൻപാകെ അവൻ കീഴ്പ്പെട്ട ശേഷം പിശാചിനോട് എതിർത്ത് നിൽപ്പി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർത്തിട്ട് കാര്യമില്ല. ഉണ്ടോ? ഉണ്ട് പിശ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് ആദ്യം നാം കീഴ്പ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പെന്തക്കോസ്തുകാരെടുത്ത് ഇത് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവര് പറയും, ആമേൻ, ഞാൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇത് പറഞ്ഞത്? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വചനത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തു പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകാത്തതിന്റെ കാരണം, ഒന്ന്, ദൈവത്തോട് നാം ദൈവത്തിന് കീഴടങ്ങിയിട്ടില്ല. ആമേൻ. പിശാചിനോട് എതിർത്തിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീഴടങ്ങിയിട്ടുമില്ല, പിശാചിനോട് എതിർത്തിട്ടുമില്ല. പിന്നെ എങ്ങനെ ഓടിപ്പോകും? പ്രൈസ് ദി ലോർഡ്. സഭ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നും നാം പിശാചിന്റെ അടിമത്വത്തിൽ ഇരിക്കാനല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൽ നിന്നൊരു മോചനം നാം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇതിൽ നിന്നൊരു മോചനം പ്രാപിക്കണം. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ വചനം പറയുമ്പോൾ തന്നെ, ആമേൻ, സ്തോത്രം, അനവധി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട്, ആമേൻ, കുടുംബങ്ങളെ ചിതറിച്ച്, ആമേൻ, കുടുംബത്തിൽ സമാധാനത്തെ നഷ്ടപ്പെടുത്തി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, പരാജയങ്ങൾ, ആമേൻ, രോഗത്തിന്റെ അനുഭവങ്ങളും, ആമേൻ, കുടുംബങ്ങളിൽ കൊണ്ടിട്ട്, ആമേൻ, പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ മരണത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഒന്ന് ദൈവത്തോട് അടുത്തു വരുമെങ്കിൽ, ദൈവത്തിന് കീഴ്പ്പെടുമെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവവും നമ്മോട് അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മെ തന്നെ ദൈവകരത്തിലേക്ക് കേൾപ്പിച്ച വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണ